മന്ത്രി എന്ന നിലയിൽ കുറഞ്ഞ സമയവും വലിയ വെല്ലുവിളികളുമാണ് മുന്നിലുള്ളതെന്ന് OR കേളു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വയനാട്ടിലെത്തിയ മന്ത്രിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ഇടതുമുന്നണി ഒരുക്കിയത്. മന്ത്രിയായി ചുരം കയറിയ OR കേളുവിന് ലക്കിടി ജില്ലാ കവാടം മുതൽ ലഭിച്ചത് ഊഷ്മള സ്വീകരണം. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയിൽ ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിലേക്ക്. ഇടതുമുന്നണി ഒരുക്കിയ സ്വീകരണത്തിൽ മന്ത്രിയെ അഭിനന്ദിച്ച് നേതാക്കൾ. വയനാട്ടിലെ പ്രശ്നങ്ങൾ നല്ലതുപോലെ അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പലതും ചെയ്യാൻ വേണ്ടി സാധിക്കും. പരിമിതികളൊന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തെ ഒറിജിനൽ മന്ത്രിയായി മാറരുത് എന്നാണ്. നല്ല മനുഷ്യനായിട്ട് തന്നെ ജീവിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒറിജിനൽ മന്ത്രിയായാൽ എന്ത് പറഞ്ഞാലും അവരുടെ ഇപ്പം ശരിയാക്കാറില്ല. വയനാട്ടിലെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകം ശ്രദ്ധ നൽകുമെന്ന മന്ത്രിയുടെ ഉറപ്പ്. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസനത്തിൽ നടപടിയുണ്ടാകും. വന്യമൃഗശല്യം പരിഹരിക്കൽ, ചുരം ബദൽപാത സാധ്യമാക്കൽ, രാത്രിയാത്രാ നിരോധനം നീക്കം ചെയ്യൽ തുടങ്ങിയ നടപടികൾക്ക് പ്രത്യേകം പരിഗണനയുണ്ടാകും. വിജയിച്ച വിജയം ഞാൻ എഫേർട്ട് എടുക്കുമെന്ന കാര്യത്തിൽ ഡെഫിനറ്റാണ്. അതിൽ പ്രധാനമായിട്ടും വന്യമൃഗശല്യത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി മാത്രമാണ് ഞാനൊരു സങ്കല്പം കാണുന്നത്. ആഴ്ചയിൽ 2 ദിവസം ജില്ലയിൽ ഉണ്ടാകുമെന്നും മന്ത്രിയുടെ ഉറപ്പ്. ജില്ലയുടെ ചുമതല AK ശശീന്ദ്രനിൽ നിന്ന് OR കേളുവിലേക്ക് എത്തുമെന്നും സൂചനയുണ്ട്. 24 വയനാട്.